ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഈ ഹാൻഡ് വർക്കിൻ്റെ വീഡിയോ ആയിട്ടൊന്ന് കാണിക്കുന്നത്. അടിയിലായിട്ട് ഹാങ്ങിങ്സും പിന്നെ സ്ലീവ്സിൽ കുറച്ച് ഹാങ്ങിങ്സ് പിന്നെ നെക്കിൻ്റെ പാർട്ടിൽ കുറച്ച് ഹാൻഡ് വർക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതാ ഈ ടോപ്പിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഇതാട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഹുക്ക് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച് ചെയ്യാൻ. നമ്മളെ ബോമ്മലും ഇങ്ങനെ ഹുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹാൻഡ് വർക്ക് എങ്ങനെയെന്ന് നോക്കട്ടെ നമുക്ക്. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫസ്റ്റ് ഞാൻ സ്ലീവ്സിൻ്റെ അവിടുത്തെ ഹാങ്ങിങ് കേട്ടോ കാണിക്കുന്നത്. അവിടെ ഇങ്ങനെ ഒരു കുറച്ച് എല്ലാ ഭാഗത്തുള്ള ഈ സെൻട്രലായിട്ട് ഇങ്ങനെ കുറച്ച് ഹാങ്ങിങ്സ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ അടിയിൽ നിന്ന് ഇങ്ങനെ മേലോട്ട് ത്രെഡ് എടുത്തു കേട്ടോ. ത്രെഡ് എടുത്ത ശേഷം കട്ട് ബീഡ്സ് ഇട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ബീഡ്സ് ഏതാണെങ്കിലും കൊടുക്കാം. ഞാൻ ഇവിടെ കട്ട് ബീഡ്സ് ആണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ കട്ട് ബീഡ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ കുറച്ച് കട്ട് ബീഡ്സ് എടുത്ത് വേഗം തന്നെ ആ സൂചിയിലോട്ട് നമുക്ക് കയറ്റാൻ പറ്റും കേട്ടോ. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 12 നമ്പർ നീഡിലാണ്. 12 വേണമെങ്കിലും എടുക്കുക. ഷുഗർ ബീഡ്സ് ആണെങ്കിൽ 12 തന്നെ എടുക്കണം കേട്ടോ. കട്ട് ബീഡ്സ് പിന്നെ നമുക്ക് 9 നമ്പർ നീഡിലൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ 9 അല്ലെങ്കിൽ 12 നമ്പർ നീഡിൽ കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ 12 എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ലാസ്റ്റിലായിട്ട് ഇങ്ങനെ വൈറ്റ് ഒരു ബീഡും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചൊരു ടൈം പിടിച്ച് പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തും കൊണ്ട് വരുമ്പോൾ നമുക്ക് ഫാസ്റ്റായി കിട്ടും കേട്ടോ. ആ വൈറ്റ് ബീഡ് വിട്ടതിൻ്റെ ശേഷം മൊത്തം കട്ട് ബീഡും ഉള്ളിൽ കൂടെ ആ സൂചി ഇങ്ങോട്ട് കയറ്റിയെടുക്കുക കേട്ടോ. 12 നമ്പർ നീഡിൽ എടുത്താൽ നമുക്ക് സുഖമായിട്ട് കയറ്റിയെടുക്കാൻ കഴിയും കേട്ടോ. എന്താ വെച്ചാൽ ഫുൾ തിന്നായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ മേലേക്ക് വലിക്കുക കേട്ടോ. എന്നിട്ട് ആ ലാസ്റ്റ് എൻഡിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് പിന്നെയും ഒന്ന് കറക്റ്റായിട്ട് വലിച്ചൊന്ന് സെറ്റാക്കി കൊടുക്കുക കേട്ടോ, മേലോട്ട് വരുന്ന മാതിരി. അപ്പോൾ അതാ നമ്മൾ ഒരു ഹാങ്ങിങ് റെഡി ആയിട്ടോ. ഇതൊക്കെ നമ്മൾ ലേസ് വാങ്ങിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പൈസ ഉണ്ട് കേട്ടോ, നല്ല വില ഉണ്ട് ലേസിനൊക്കെ. അപ്പോൾ ഇത് നമുക്ക് സുഖമായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് അടുത്തവും അതേപോലെ തന്നെ ഞാൻ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കെട്ടെടുത്തതിൻ്റെ ശേഷമാണ് ഇപ്പുറത്ത് ഇട്ട് കൊടുക്കുന്നത്. സെൻറ്ററിൽ ബ്ലൂ കളറും അപ്പുറത്തും ഇപ്പുറത്തും വൈറ്റ് കളറ് പിന്നെയും ബ്ലൂ കളറ് അങ്ങനെ കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതാ വൈറ്റ് കളറ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ വൈറ്റ് കട്ട് ബീഡ് എടുത്തിട്ടുണ്ടാണ്. സെയിം അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ട് ബീഡൊക്കെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് കേട്ടോ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. വൈറ്റ് ബീഡ് കൊടുത്ത് ഇതാ വൈറ്റ് ബീഡ് വിട്ടതിൻ്റെ ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സ്ലീവ്സിലൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെയാണ് സ്ലീവ്സ് ഇതേപോലെ ആട്ടോ ആയിക്കിട്ടത്. അപ്പോൾ അതാ ഇതേപോലെ തന്നെ ഞാൻ തായയിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തായയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മേലോട്ട് നൂല് കാണരുത് കേട്ടോ. നമ്മൾ ചെയ്യണത് കുറച്ച് വൃത്തികേടായി കാണും. അപ്പോൾ ഇതാ സൂചി ഇതേപോലെ ആയിട്ട് എടുക്കേണ്ടത്. സൂചി ഇങ്ങനെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ മേലെ കൂടെ കയറ്റിയിട്ട് നമ്മൾ അടിഭാഗത്ത് ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും അറ്റത്തായിട്ട് വരണം. പിന്നെ നമ്മളെ നൂല് വന്നിട്ടുണ്ടാവുണ്ട് ലൈനിങ്ങിൻ്റെയും ഇതിൻ്റെ ഇടയിലാട്ടോ. അപ്പോൾ അതിപ്പോൾ താഴെ കാണൂല, മെയിൻ പാർട്ടിൽ കാണൂല കേട്ടോ. ഞാൻ അത്ര ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ചെയ്തില്ലേ സ്ലീവ്സിൻ്റെ ആ ഭാഗത്ത് ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിന് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാം. അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ബാക്കിലെ പാർട്ട് ചെയ്യേണ്ട വീഡിയോ വേണമെന്ന് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ഇടും കേട്ടോ. നമുക്ക് ആ കമൻറ്റ് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആണ് വീഡിയോ ചെയ്യാനോ ഒന്നിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേകിച്ച് ഈ ബിഗിനേഴ്സിന് കേട്ടോ. ഞാനിപ്പോൾ യൂട്യൂബിൽ ഇപ്പം തന്നെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഈ വീഡിയോ ഇടണം, നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ കമൻറ്റ്സൊക്കെ വരുന്നുണ്ട്, നമുക്ക് ഒരു സന്തോഷമാണ്. നമുക്ക് ഇനിയും വീഡിയോ ഇടണം, കാണുന്നുണ്ട് നമ്മളെ വീഡിയോസ് എന്നൊക്കെ നമുക്കൊരിതാണ് കേട്ടോ. അപ്പോൾ ഇതാ
ഇതേപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് വെറുതെ ഒന്ന് ഇട്ടിട്ട് അടുത്ത ഇതിലേക്ക് നമുക്ക് പിന്നെ സൂചി താഴേക്ക് ഇട്ടിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ കുറച്ച് ടൈം പിടിക്കണ ഹാൻഡ് വർക്ക് പറയുന്നത് തന്നെ നമുക്ക് കുറച്ച് ടൈം പിടിക്കും കേട്ടോ. പക്ഷേ ആ ടൈം പിടിക്കുന്നതായാലും നമുക്ക് ആ ഫൈനൽ ലുക്ക് കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഒരു സന്തോഷം വേറെ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ താത്താൻ്റെ മോൾക്കുള്ള ഡ്രസ്സാണെന്ന് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ എല്ലാതും ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് കാണും കേട്ടോ. അതേപോലെ കെട്ടിട്ടൊടുത്ത് ഞാനിവിടെ നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള ഏത് കട്ട് ബീഡോ ഷുഗർ ബീഡോ എടുക്കുക കേട്ടോ. ഞാൻ അപ്പോൾ ഇതിൽ മാച്ച് ആയിട്ടുള്ളത് എൻ്റെ അടുത്ത് ഇതായിരുന്നു, അപ്പോൾ ഞാൻ അതാട്ടോ കൊടുത്തത്. അപ്പോൾ ഇതേപോലെ എല്ലാതും ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതാ ഞാനിവിടെ നമ്മളെ ബോബിനില്ല അതിൻ്റെ ഇതെടുത്തിട്ടെടുത്തത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇതേപോലത്തെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് പീസസ് സോൾഡറിങ് അയൺ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് സ്കൈ ബ്ലൂ ആ സാറ്റിൻ്റെ ക്ലോത്തും പിന്നെ എൻ്റെ അടുത്ത് ഒരു കുറച്ച് അതിന് മാച്ചായിട്ട് തോന്നിയൊരു ക്ലോത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ടാണ് രണ്ടും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ഷെയ്ഡും ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് താത്തനോട് ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ ഫൈനലായിട്ട് വന്നപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം റിമൂവ് ചെയ്തിട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നത്, ഫൈനൽ ലുക്കും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്ന് കേട്ടോ. ഫസ്റ്റുള്ള ലുക്കാണോ അതോ സെക്കൻഡ് ലുക്കാണോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 5 ബീഡ്സ് വെച്ചിട്ട് ഈ വൈറ്റ് ബീഡില്ല ആ ബീഡ് വെച്ചിട്ട് ഫ്ലവർ മാതിരി ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 5 or 6 എനിക്ക് ശരിക്കും ഓർമ്മയില്ല കേട്ടോ, നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. എപ്പോഴും എന്ത് ചെയ്യണമെങ്കിലും ഈ 2 സ്റ്റിച്ച് ഇടാൻ നോക്കുക കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റിച്ചിട്ട് കാണിക്കും. പിന്നീട് ഞാൻ അത് 2 സ്റ്റിച്ച് ആക്കി കൊടുക്കും കേട്ടോ. നമുക്ക് കുറച്ച് കാലം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇളകി വരാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 സ്റ്റിച്ച് എന്തായാലും നിങ്ങൾക്ക് കൊടുക്കണം കേട്ടോ. സ്റ്റിച്ച് എന്ന് പറയുന്നത് ഞാൻ ഈ 2 വട്ടം കയറ്റി കൊടുക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട്. അപ്പോൾ ഇതാ 3 എടുത്ത് ഇതേപോലെ നമുക്ക് ഒരു ഫ്ലവർ ഷേപ്പിൽ നമുക്ക് ഫില്ലാവണം അത്രയും ബീഡ് നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ബീഡ് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ചുറ്റോളം അങ്ങനെ തുന്നി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വിചാരിച്ചത് നെക്കിലൊന്നും വേണ്ട എന്നാണ്, ഹെവി ആയിട്ട് മിഡി ബോട്ടം സ്കേർട്ട് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ പറഞ്ഞ് പിന്നെ കുറച്ച് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വർക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ 30ൻ്റെ ശേഷം എനിക്ക് പിക്ക് അയക്കുകയാണെങ്കിൽ ഞാൻ റീൽസിൽ എന്തെങ്കിലും ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ അതാ ഞാൻ കുറച്ച് കട്ട് ബീഡ് തോനെടുത്തത്. ഇത്രയും നേരം കൂടുതലിട്ടിട്ട് നമ്മൾ ഹാങ്ങിങ്സ് ഉണ്ടാക്കില്ലായിരുന്നു, ആ ഓർമ്മയിൽ ഞാൻ കുറേ എടുത്തതാട്ടോ. ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു 3 അല്ലെങ്കിൽ 4 കേട്ടോ സൈസിനനുസരിച്ചിട്ട്. ഇതിപ്പോൾ ചെറിയ കട്ട് ബീഡ് ആയതുകൊണ്ട് ഒരു 4 എണ്ണമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. വലിയ കട്ട് ബീഡ് ആണെങ്കിൽ 2 അല്ലെങ്കിൽ 3 എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ തൂങ്ങിക്കൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇട്ട് കയറ്റി പിന്നെ 8 കൊടുത്ത് കൂടെ തന്നെ ബാക്കൊക്കെ എടുത്ത് പിന്നെ ഒന്നും കൂടി അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുക്കുക കേട്ടോ. ഞാനത് കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, പക്ഷെ ആ വീഡിയോ കണ്ടവരെന്നെ ഇതും കാണണമെന്നില്ലല്ലോ. അത് കാണാത്തവരും ചിലർ കാണും, അതുകൊണ്ടാട്ടോ ഒന്ന് റിപ്പീറ്റ് ആയി കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ എടുക്കുക. എവിടേക്കാണോ അത് വരുന്നത് വെച്ചാൽ ഞാനൊരു ഐഡിയ ഇല്ലാണ്ട് കേട്ടോ ഇത് ചെയ്യുന്നത്. ഞാൻ ആ റൗണ്ട് ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താപ്പം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫ്ലവർ മാതിരി അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതെങ്ങനെയാണ് സെറ്റാക്കേണ്ടതെന്നൊന്നും ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുടങ്ങി വരച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ വരച്ചിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് അതേപോലെ തന്നെ ഞാൻ വെറുതെ ഒരു സ്റ്റെമ്മ് മാതിരി ഇങ്ങനെ കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇതാ ഇത് നമുക്ക് ഇങ്ങനെ ഫ്ലവർ മാതിരി ഞാൻ ജസ്റ്റ് തുന്നി കൊടുത്തു നോക്കി അപ്പോൾ അതിൻ്റെ നീറ്റ് എനിക്ക് കിട്ടിയില്ല, അതിന് വൃത്തിയില്ലാത്ത മാതിരി തോന്നി. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ അതിന്മേൽ തുന്നി കൊടുത്തത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്റ്റെം മാതിരി ഇങ്ങനെ ആക്കി എടുക്കണേന്നുള്ളൂ കേട്ടോ. ഇത് നിങ്ങൾക്ക് വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. ഈ ഹാങ്ങിങ്സ് എനിക്ക് പിന്നെ തോന്നിട്ടോ ഫസ്റ്റ് നെക്കിൻ്റെ ചെയ്തിട്ട് പിന്നെ സ്ലീവ്സിൽ ഹാങ്ങിങ്സ് കൊടുത്താൽ മതി എന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ അത് തുന്നുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കെട്ടുടങ്ങും കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഇത് അതേപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ഞാനവിടെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ആ ഷേപ്പ് ഉണ്ടാക്കിയിട്ടുള്ള റൗണ്ട് അതിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങളടുത്ത് ആ പ്രസ് ചെയ്യുന്ന പ്ലക്കർ എന്തോ പറയട്ടോ, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ കൈ പൊള്ളാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ അതാണ് 2 കൈയും വെച്ച് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ അവിടെ വെച്ചിട്ടോ. ഗ്ലൂ ഗണ്ണ് ഹീറ്റായി കഴിഞ്ഞാൽ പിന്നെ അതന്നെ വരുന്നും കൊണ്ട് കേട്ടോ. എൻ്റെ ഗ്ലൂ ഗണ്ണൊക്കെ കഴിഞ്ഞിരിക്കണ ഞാൻ ബാക്കിൽ നിന്ന് പ്രസ് ചെയ്തിട്ടാട്ടോ ഞാൻ എടുക്കുന്നത്. കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ രാത്രി ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പോയിട്ട് വാങ്ങിയിട്ട് വരാനുള്ള ടൈമൊന്നുമില്ല രാത്രി ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ ഉള്ളതുകൊണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. പിന്നെ നമ്മളത് തുന്നി കൊടുക്കും ജസ്റ്റ് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ എല്ലാതും ഞാൻ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് വെറുതെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിക്കുക കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ സെൻറ്റർ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഒരു ബീഡ് ഇട്ടിട്ടൊന്ന് ലോക്കാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ബീഡും ലോക്കാവും. അപ്പോൾ നമ്മൾ ഫ്ലവർ മാതിരി സാറ്റിൻ്റെ വെച്ചിട്ടില്ലേ അതും ലോക്കായി കിട്ടും കേട്ടോ. ഇങ്ങനെ പോരൊന്നുമില്ല. അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇത്ര ചെയ്തിട്ടാണ് ഇത്താത്ത കാണിച്ചു കൊടുത്തത് കേട്ടോ. ഫൈനലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത്ര കാണിച്ചു കൊടുത്ത് ഇതേപോലെ ചെയ്യട്ടെ പറഞ്ഞപ്പോൾ ആന്നറിഞ്ഞു കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തത്. അപ്പം ഇതാ ഒരു ഐഡിയ ഇല്ലാണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്തിരുന്നത്, എങ്ങനെ ചെയ്യേണ്ടത് എന്താന്ന്. അപ്പോൾ നമ്മൾ മടിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇതാക്കാമല്ലോ. നമുക്ക് പറ്റുമോ നമുക്ക് പറ്റൂലേ എന്നൊക്കെ നമ്മളിങ്ങനെ വെറുതെ ചിന്തിക്കുക കേട്ടോ. നമ്മൾ ഒരു കാര്യത്തിന് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു വട്ടം ശരിയായിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ ശരിയായിട്ടില്ലെങ്കിലും മൂന്നാമത്തെ വട്ടം എന്തായാലും ശരിയാവും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തും കൊണ്ട് എന്നാൽ എന്തായാലും ശരിയാവും കേട്ടോ. അപ്പോൾ ഇത് അതേപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലീഫും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു 3 ഇതെടുക്കുക. ഇത് തോനെ നൂലെടുത്തിട്ട് കെട്ടിടുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ശരിയാക്കി കൊടുത്തിട്ട് ഞാൻ ഇതാക്കുന്നുണ്ട്. അപ്പോൾ 3 എടുത്തിട്ട് ഈ രണ്ട് വട്ടം ഇതാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ പിന്നെ എൻ്റെ അപ്പുറത്തായിട്ട് ഇങ്ങനെ ഒരു 3 കൂടി ഇങ്ങനെ ലീഫിൻ്റെ ആ ഷേപ്പില്ല കുറച്ച് താഴേക്കാവണം കേട്ടോ. ആ ഫസ്റ്റ് നമ്മൾ ഇട്ടിൻ്റെ അതിൻ്റെ കുറച്ചും കൂടി നിങ്ങൾക്ക് ഞാൻ മനസ്സിലാവുണ്ടോ എന്നറിയില്ല കേട്ടോ. അതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ എൻ്റെ സ്പീഡ് കുറച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ കാണിച്ചത് കൊണ്ടാണ് ഇതിൽ കുറച്ച് സ്പീഡ് കൂട്ടിയത് കേട്ടോ. പിന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്, കുറച്ചൊരു ടഫ് തന്നെ കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് ആ റിങ് ഉണ്ട്. ആ റിങ് വെച്ചിട്ട് ചെയ്യേണ്ട സംഭവം എൻ്റെ അടുത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ 2 ഇട്ട് കൊടുത്ത് പിന്നെ 2 ലൈൻസായി. ഇനിയിപ്പോൾ അപ്പുറത്തൊരു ലൈനും കൂടി 3 വെച്ചിട്ടാട്ടോ നമ്മൾ ലീഫ് റെഡിയാക്കി കൊടുക്കുന്നത്. പിന്നെ രാത്രി ആയതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് കുറച്ച് ബ്ലറായിട്ട് ക്ലിയർ ആയിട്ട് ആയിട്ടില്ല കേട്ടോ. വെളിച്ചം കുറവല്ലേ കാരണം.
അപ്പോൾ ഇതാ കുഞ്ഞി കൈകളൊക്കെ കാണുന്നുണ്ടല്ലേ, എൻ്റെ ഹെൽപ്പേഴ്സ് ആട്ടോ, എൻ്റെ 2 മക്കളാണ്. അപ്പോൾ അതേപോലെ ചെയ്തെടുത്തിട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് സ്റ്റെമ്മൊക്കെ ആക്കി കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ സ്പ്രെഡിങ് ചെയ്യുക കേട്ടോ. ഇതന്നെ ഇങ്ങോട്ട് കണ്ടിന്യൂ ഇങ്ങനെ നിങ്ങൾ ഫസ്റ്റിൽ കണ്ടില്ലേ, ആ ഒരു ലുക്കിലേക്കാട്ടോ എത്തുന്നത്. അപ്പോൾ ഇതാ ഞാൻ പിന്നെ കുറച്ച് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടു, ഇങ്ങനെ സ്റ്റെമ്മ് ടൈപ്പിലൊക്കെ ഇങ്ങനെ വരച്ചു കൊടുത്ത് പിന്നെ അങ്ങനെ ഫുള്ളും കട്ട് ബീഡ്സും കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടോ. അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വൈറ്റ് ബീഡും കൊണ്ടുള്ള ഈ ഫ്ലവേഴ്സൊക്കെ ആക്കി കൊടുത്തിട്ട് ഇതാ മേലൊന്ന് അവിടെ നിന്ന് പിന്നെ ഇവിടെ ഒന്ന് അങ്ങനെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ട് അങ്ങനെ നമ്മൾ അതേ റിപ്പീറ്റേഷൻ അല്ല, അപ്പോൾ ഞാൻ അത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ആക്കി എടുത്തിട്ട് അതിനൊക്കെ. അപ്പോൾ എന്നിട്ടിത് ഇത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു നോക്കിട്ടോ. അങ്ങനെ വേണ്ടിയെന്ന് വെച്ചാൽ ചെയ്യാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് നോക്കിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗ്ലൂ ഒക്കെ കഴിഞ്ഞിരിക്കണ്, അതുകൊണ്ട് പിന്നെ നമ്മൾ തുന്നി കൊടുക്കണോണ്ട് അത്ര ഗ്ലൂഗൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. പെൻസിൽ വെച്ചിട്ട് ബാക്കോട്ടൊക്കെ ഇതാക്കിയിട്ടിട്ട് ആക്കുന്നത്. അതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ വെച്ചെടുത്തു. ഇനി നമുക്ക് ആ ബീഡ് ഇങ്ങനെ ഫസ്റ്റിൽ കാണിച്ചില്ലേ അതേമാതിരി തന്നെ ആ ബീഡ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് തുന്നിക്കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും ആ ബീഡ് ഇങ്ങനെ വെച്ചിട്ടൊന്ന് തുന്നിക്കൊടുത്തതിൻ്റെ ശേഷം പിന്നെ അതാ ഞാൻ കുറച്ച് വൈറ്റ് കട്ട് ബീഡ്സ് വെച്ചിട്ടും പിന്നെ ബ്ലൂ കട്ട് ബീഡ്സ് വെച്ചിട്ടും കേട്ടോ ലീഫ് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ലീഫ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ലീഫാണ് ചെയ്യുന്നത്, വൈറ്റ് കട്ട് ബീഡ് വെച്ചിട്ടാട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ലീഫ് റെഡി ആയിട്ടോ. ഇനി അതേപോലെ തന്നെ എല്ലായിടത്തും ലീഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. നമ്മൾ പക്ഷെ തത്ത കൊടുത്തത് ഇതേപോലെയല്ല, അത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ പിങ്ക് ഫ്ലവർ അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മൾ വൈറ്റ് ബീഡ് മാത്രം ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബാക്കിൽ ഇങ്ങനെ ഓപ്പൺ വരുന്ന ടൈപ്പിലാട്ടോ ചെയ്തിട്ടുള്ളത്. ബാക്കിൽ ഹുക്ക് ഇട്ടിട്ട് ഒരു ബോവും കൂടി കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അറ്റാച്ച് ചെയ്യാം. പിന്നെ അതാ 3 ലെയേഴ്സ് വെച്ചിട്ട് നമ്മൾ കേട്ടോ ഈ സ്കേർട്ട് ചെയ്തിട്ടുള്ളത്. ഈ സ്കേർട്ടിൻ്റെ ഒക്കെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, വേണ്ടവർ പോയി കാണാം കേട്ടോ. അപ്പോൾ ഇതാ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ പിങ്ക് ഫ്ലവർ ഇതാ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചെടുത്തു കേട്ടോ. വെച്ചാൽ അത് അങ്ങനത്തെ ഒരു ടൈപ്പ് ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റിട്ടോ. ആ റിമൂവ് ചെയ്ത് കൊടുത്ത് 3 ബീഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരു മുന്തിരിക്കൊല മാതിരിയൊക്കെ ആക്കി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. അപ്പോൾ നിങ്ങൾ പറയാം ഫസ്റ്റ് ലുക്കാണോ സെക്കൻഡ് ലുക്കാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കേട്ടോ. എനിക്ക് 2 ലുക്കും ഇഷ്ടമായി, എന്താ വെച്ചാൽ ഞാനല്ല ചെയ്തത്, അപ്പോൾ എനിക്കിഷ്ടമായിട്ടോ. അപ്പോൾ നിങ്ങളെ നിങ്ങളെ എന്താ വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതേനു കേട്ടോ ഫൈനലായിട്ട് ഞാൻ കൊടുത്തത്. അപ്പോൾ ഈ ലുക്കാണ് ആ ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയൊരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. ബൈ.